2024 ഹൈക്കോർട്ട് അസിസ്റ്റന്റ് നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ ഇവിടെ ഒട്ടുമിക്ക ഉദ്യോഗാർത്ഥികൾക്കും ഹൈക്കോർട്ട് അസിസ്റ്റന്റില് നിയമനം വേഗത്തിലാണെന്നല്ലാതെ ആ ഒരു പരീക്ഷയെ പറ്റി അധികം അറിവുണ്ടായിരുന്നില്ല. വല്ലപ്പോഴും നടക്കുന്ന ഒരു പരീക്ഷയാണ്. ആ ഒരു സമയത്താണെങ്കിൽ ഒട്ടുമിക്ക കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ ഈ ഒരു പരീക്ഷയ്ക്കായിട്ട് ഉദ്യോഗാർത്ഥികൾക്ക് എഫോർഡ് ചെയ്യാൻ കഴിയാത്ത രീതിയിലുള്ള ഹൈ ഫീസായിരുന്നു. ആ ഒരു സമയത്താണ് പ്രെപ് ടുഗദർ യൂട്യൂബ് ചാനൽ വഴി ഫ്രീ ആയിട്ട് ഈ ഒരു പരീക്ഷയെക്കുറിച്ച് ഇൻഫോർമേഷൻ നൽകിയത്. അങ്ങനെ അവർ പലരും എന്നോട് ഹൈക്കോർട്ട് അസിസ്റ്റന്റ് എക്സാമിനായിട്ട് ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യാൻ ആവശ്യപ്പെട്ടു. അങ്ങനെയാണ് പ്രെപ് ടുഗദറിൽ തന്നെ ആദ്യമായിട്ടൊരു ബാച്ച് വരുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി, അത്ര പോപ്പുലർ അല്ലാത്ത ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട്, തുടക്കക്കാരനായിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട്, 100ഓളം മാത്രം ഉദ്യോഗാർത്ഥികൾ മത്സരിക്കുന്നത് 10,000 പഠിക്കുന്ന വലിയ വലിയ തുക ഇറക്കാൻ കഴിയുന്ന വലിയ വമ്പൻ ഇൻസ്റ്റിറ്റ്യൂട്ടുകളുമായിട്ട് 4 മാസം മാത്രം പരീക്ഷയ്ക്ക് ബാക്കിയുണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഒട്ടും വിട്ടുകൊടുത്തില്ല. എല്ലാ ആത്മവിശ്വാസത്തോടെയും കൂടെ ഓരോ ഉദ്യോഗാർത്ഥികളെയും മോട്ടിവേറ്റ് ചെയ്ത് അവർക്ക് പ്രോപ്പർ ആയിട്ടുള്ള റിസോഴ്സസ് എല്ലാം നൽകിക്കൊണ്ട് മുന്നോട്ട് നീങ്ങി. ഓരോ ദിവസവും ലൈവ് സെഷൻസ് വെച്ചു, ഡെയിലി എക്സാമുകൾ വെച്ചു. ഡിസ്ക്രിപ്റ്റീവിനായിട്ട് UPSC മെയിൻസ് ക്വാളിഫൈഡ് ആയിട്ടുള്ളവരുടേതായിട്ടുള്ള ഒരു വാലുവേഷൻ ടീം ഉണ്ടായിരുന്നു. ലീഗൽ സെക്ഷൻ ഹാൻഡിൽ ചെയ്യാനായിട്ട് നിയമരംഗത്ത് തന്നെ റാങ്ക് ഹോൾഡേഴ്സിനെയും നമ്മൾ ഒരുക്കി, അതും തീർത്തും അഫോർഡബിൾ ആയിട്ടുള്ള ഫീസിൽ. അങ്ങനെ രാപ്പകലില്ലാതെ പ്രയത്നിച്ചുകൊണ്ട് നേടിയെടുത്തത് ചരിത്രമായിരുന്നു. ഹൈക്കോർട്ട് അസിസ്റ്റന്റ് എക്സാമില് വമ്പൻ ഇൻസ്റ്റിറ്റ്യൂട്ടുകളുമായിട്ട് മത്സരിച്ചുകൊണ്ട് 13ാം റാങ്കും 27ാം റാങ്കും ഉൾപ്പെടെ ടോപ്പ് 50 തന്നെ 4 പേർക്ക് ഇടം പിടിക്കാനായിട്ട് നമ്മുടെ ഹൈക്കോർട്ട് അസിസ്റ്റന്റ് ബാച്ചിൽ നിന്ന് കഴിഞ്ഞു. അത്രയും ചരിത്രം കുറിച്ച ഉദ്യോഗാർത്ഥികളുടെ കൂടെ നിന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന നിലയിൽ കുറെ പേര് ഈ അടുത്ത ദിവസങ്ങളിലായിട്ട് ഹൈക്കോർട്ട് അസിസ്റ്റന്റിന്റെ നോട്ടിഫിക്കേഷൻ ഉടൻ വരാൻ പോകുന്നു എന്നുള്ള വാർത്ത വന്നപ്പോൾ എനിക്കും മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ട്രെൻഡുകളൊക്കെ നോക്കിക്കൊണ്ട് എപ്പോഴായിരിക്കും ഹൈക്കോർട്ട് അസിസ്റ്റന്റിന്റെ നോട്ടിഫിക്കേഷൻ ഉണ്ടാവുക, എപ്പോഴായിരിക്കും പരീക്ഷ, എങ്ങനെയാണ് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്ത് തുടങ്ങാൻ കഴിയുക എന്നെല്ലാം ഈ ഒരു സെഷനിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. എല്ലാവർക്കും നമസ്കാരം. പ്രെപ് ടുഗദർ ക്ലാസ്സസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹൈക്കോർട്ട് അസിസ്റ്റന്റ് എക്സാമിനെ കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ നിങ്ങൾ എല്ലാവരും പലയിടത്തുനിന്നായിട്ട് കേട്ടിട്ടുണ്ടാവും. വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള പ്രൊസീജിയർ ആണ്. ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ വന്നത് മാർച്ച് 2024 ഒരു വർഷത്തിനുള്ളിൽ തന്നെ റാങ്ക് ലിസ്റ്റ് വന്നു. പെട്ടെന്ന് തന്നെ അഡ്വൈസ് നടന്നു. അപ്പോൾ ഈ ഒരു പാറ്റേൺ വെച്ചിട്ട് നമുക്ക് നോക്കാം എപ്പോഴായിരിക്കും ഈ വട്ടത്തെ നോട്ടിഫിക്കേഷൻ എന്ന്. ഈ ഒരു ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ എന്നുള്ളത് വന്നത് മാർച്ച് 2024 എന്ന് ഞാൻ പറഞ്ഞല്ലോ. അതിന് മുൻപത്തെ റാങ്ക് ലിസ്റ്റിന്റെ എക്സ്പയറി ജൂലൈ 2024 അതായത് ആ ഒരു ലിസ്റ്റിന്റെ എക്സ്പയറിക്ക് 3 മാസം മുൻപാണ് നോട്ടിഫിക്കേഷൻ വന്നത്. നോട്ടിഫിക്കേഷൻ വന്ന് 7 മാസങ്ങൾ എടുത്തിട്ടാണ് ഒക്ടോബർ 27 പ്രിലിംസ് എക്സാം. ഈ പ്രിലിംസ് എക്സാമിൽ തന്നെ നിങ്ങൾക്ക് ഒബ്ജക്റ്റീവ് എക്സാമും ഉണ്ട്, ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള എക്സാമും ഉണ്ട്. ഒബ്ജക്റ്റീവ് നിങ്ങൾ ക്വാളിഫൈ ചെയ്യുകയാണെങ്കിൽ മാത്രമാണ് നിങ്ങളുടെ ഡിസ്ക്രിപ്റ്റീവ് പേപ്പർ ഇവാലുവേറ്റ് ചെയ്യുക. ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയണമെങ്കിൽ താഴെ ഞാനൊരു വീഡിയോ കൊടുത്തിട്ടുണ്ട്. എക്സാം പാറ്റേണിനെ കുറിച്ചൊക്കെ ഞാൻ മുൻപ് തന്നെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള, എങ്ങനെ നിങ്ങൾക്ക് പഠിക്കാം എന്നുള്ളതിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുള്ള, നിങ്ങളുടെ ഹൈക്കോർട്ട് അസിസ്റ്റന്റ് എക്സാമിനെ കുറിച്ചുള്ള എല്ലാ വിധത്തിലുള്ള ഡൗട്ടുകളും സോൾവ് ചെയ്യുന്ന ഒരു വീഡിയോ താഴെയുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എലിജിബിലിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ഡൗട്ടുകൾ ഉണ്ടായിരിക്കാം. ഡിഗ്രിക്ക് 50% മുകളിൽ മാർക്കുള്ളവർക്കാണ് ഈ ഒരു പരീക്ഷ എഴുതാനായിട്ട് കഴിയുക. അതിന്റെ ഏജ് കാറ്റഗറി റിലേറ്റഡ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെ മുൻപത്തെ നോട്ടിഫിക്കേഷനെ കുറിച്ച് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തതും താഴെ ഞാൻ നൽകുന്നുണ്ട്. അപ്പോൾ പ്രിലിംസ് എക്സാം നടന്നത് ഒക്ടോബർ 2024 നിങ്ങൾ ഓർക്കണം, റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി കഴിഞ്ഞിട്ടും ലേറ്റ് ആയിട്ടാണ്, അതായത് ഒരു 4 മാസം കഴിഞ്ഞിട്ടാണ് നമ്മുടെ പ്രിലിംസ് നടന്നത്. അതിനുശേഷം ഇന്റർവ്യൂ ഫെബ്രുവരിയിൽ നടന്നു. അതിനുശേഷം റാങ്ക് ലിസ്റ്റ് മാർച്ച് 2025 വന്നു. ഉടൻ തന്നെ ആദ്യത്തെ അഡ്വൈസും വന്നു. നമ്മുടെ ഈ ഒരു റാങ്ക് ഹോൾഡേഴ്സ് ആയിട്ട് കണ്ടിട്ടുള്ളവരൊക്കെ ഇല്ലേ, അവരൊക്കെ ഇപ്പൊ ഹൈക്കോർട്ട് അസിസ്റ്റൻസ് ആയിട്ട് ഇരിക്കുകയാണ്. 1 വർഷത്തോളം കഴിഞ്ഞിരിക്കുന്നു അവര് ജോലിയിലേക്ക് കയറിയിട്ട്. അത്രത്തോളം ഫാസ്റ്റ് ആണ് പ്രൊസീജിയർ. പക്ഷേ ഇവിടെ നിങ്ങൾ ഓർക്കേണ്ടത് ഇത്രയേ ഉള്ളൂ, നോട്ടിഫിക്കേഷൻ വന്നത് ആ ഒരു റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി കഴിയുന്നതിന് 3 മാസം മുൻപ് മാത്രമാണ്. നോട്ടിഫിക്കേഷൻ വന്ന് പരീക്ഷ ആ ഒരു റാങ്ക് ലിസ്റ്റിന് മുൻപ് തന്നെ റിസൾട്ട് വരുന്ന രീതിയിൽ എത്രയും നേരത്തെ നടത്തണമെന്നില്ല. അപ്പോൾ നമുക്ക് നോട്ടിഫിക്കേഷൻ എപ്പോഴത്തേക്ക് എക്സ്പെക്ട് ചെയ്യാം? നമുക്കൊരു ഡിസംബർ ആകുമ്പോഴേക്കും, മിനിമം ഡിസംബറിലെങ്കിലും നമ്മുടെ നോട്ടിഫിക്കേഷൻ വരേണ്ടതാണ്. അല്ലാതെ എടുപിടിന്ന് നോട്ടിഫിക്കേഷൻ വരും, എടുപിടിന്ന് പരീക്ഷ നടത്തും എന്ന് നിങ്ങൾ ഒട്ടും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ ഇപ്പൊ ചെയ്യേണ്ടത്, ഡിഗ്രി ലെവൽ പ്രിലിംസിന് നിങ്ങൾ മിക്കവരും പ്രിപ്പയർ ചെയ്യുന്നുണ്ടാവുമല്ലോ,
അത് അടിപൊളിയായിട്ട് പ്രിപ്പയർ ചെയ്യുക. അവിടുത്തെ കുറേ കാര്യങ്ങൾ ഈ ഒരു ഹൈക്കോർട്ട് അസിസ്റ്റന്റ് എക്സാമിലായിട്ട് ഓവർലാപ്പ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ചിലപ്പോൾ ഇംഗ്ലീഷിൽ വീക്ക് ആണെന്നതിന്റെ പേരിൽ നിങ്ങൾക്ക് ടെൻഷൻ ഉണ്ടാവും. പൊതുവെ പറയാറുണ്ട് ഹൈക്കോർട്ട് അസിസ്റ്റന്റിന് 110 മാർക്കും ഇംഗ്ലീഷിൽ നിന്നാണെന്ന് പറയാറുണ്ട്. പക്ഷെ ഈ 110 മാർക്ക് എന്ന് കാണിക്കുന്നതിൽ കുറെ മാർക്ക് ലീഗൽ ടെർമിനോളജിയാണ്. അത് കംപ്ലീറ്റ്ലി സ്റ്റാറ്റിക് ആയിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ ഒരു 60 മാർക്ക് ഡിസ്ക്രിപ്റ്റീവ് പേപ്പറാണ്. ഈ ഡിസ്ക്രിപ്റ്റീവ് പേപ്പറിൽ നമുക്ക് ഇംഗ്ലീഷ് മാത്രമല്ല അറിയേണ്ടത്, നമ്മൾ പ്രോപ്പറായിട്ട് അവിടെ ഒരു ആനുകാലിക വിജ്ഞാനത്തോടു കൂടെ വേണം നമ്മൾ ഉത്തരങ്ങൾ എഴുതാനായിട്ട്. അപ്പൊ അതിനൊക്കെ പ്രാക്ടീസ് കൊടുത്ത വ്യക്തി എന്നുള്ള രീതിയിൽ എനിക്ക് അതിനെക്കുറിച്ച് അറിവുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ പാനിക്കായിട്ട് എത്രയും പെട്ടെന്ന് ഇതിന്റെ പ്രിപ്പറേഷനിലോട്ടായിട്ട് ഇരിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ആദ്യത്തെ ഫോക്കസ് ഈ വട്ടത്തെ ഡിഗ്രി ലെവൽ പ്രിലിംസ് ആയിരിക്കണം. അതിനുശേഷം നിങ്ങൾക്ക് ഹൈക്കോർട്ട് അസിസ്റ്റന്റിന് മികച്ച രീതിയിൽ പ്രിപ്പയർ ചെയ്യാവുന്നതേ ഉള്ളൂ. പിന്നെ നിങ്ങൾ കണ്ടില്ലേ, നോട്ടിഫിക്കേഷൻ വന്ന് 7 മാസത്തോളം എടുത്തിട്ടുണ്ട് പ്രിലിംസ് നടക്കാനായിട്ട്. അപ്പൊ നിങ്ങൾക്ക് സമയമുണ്ട്. നിങ്ങൾക്ക് 7 മാസത്തിൽ നിങ്ങൾക്ക് സുഖമായിട്ട് ഡിസ്ക്രിപ്റ്റീവ് സെറ്റ് ആക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ പാനിക്കാവാതെ അടിപൊളിയായിട്ട് ഡിഗ്രി ലെവൽ പ്രിലിംസ് ആദ്യമായിട്ട് പഠിച്ചെടുത്താൽ മതി. അങ്ങനെ നിങ്ങൾ പഠിച്ചു പോയി കഴിഞ്ഞുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഉള്ള കമ്പനി ബോർഡ് അസിസ്റ്റന്റ് പോലുള്ള അവസരങ്ങളൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാനും കഴിയും. അത് കഴിഞ്ഞ് ഹൈക്കോർട്ട് അസിസ്റ്റന്റിന് ഏറ്റവും മികച്ച രീതിയിൽ പ്രിപ്പയർ ചെയ്ത് അവിടെയും അവസരം നിങ്ങൾക്ക് ഉറപ്പുവരുത്താനായിട്ട് കഴിയും. അപ്പോൾ ഓൾ നമ്മൾ പറയുകയാണെങ്കിൽ നോട്ടിഫിക്കേഷൻ മിനിമം ഡിസംബറിനുള്ളിൽ വരും. ഡിസംബറിന്റെ അപ്പുറത്തേക്ക് പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. അതിന് നേരത്തെ വന്നാൽ നേരത്തെ വന്നു. നേരത്തെ വന്നാലും നമുക്ക് സമയമുണ്ട്. നമുക്ക് പ്രോപ്പറായിട്ട് പഠിക്കാനായിട്ട് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ പ്രിലിംസിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുക. പ്രിലിംസിന്റെ പോർഷൻസിൽ കുറെ കാര്യങ്ങൾ നമ്മളെ ഹൈക്കോർട്ടിന്റെ GK സിലബസുമായിട്ട് ഓവർലാപ്പിംഗ് ആണ്. മാത്സും അവിടെയും വരുന്നുണ്ട്. ഇംഗ്ലീഷിന് 50 മാർക്കാണെന്നുള്ളൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഈ 50 മാർക്കിന്റെ ഇംഗ്ലീഷിൽ തന്നെ കുറെ മാർക്കൊക്കെ ലീഗൽ ടെർമിനോളജിക്കൊക്കെയാണ്. അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് പറഞ്ഞു തരാം. പിന്നെ ഇംഗ്ലീഷിൽ വൊക്കാബുലറിക്കും ഹൈക്കോർട്ട് വളരെയധികം വാല്യൂ കൊടുക്കാറുണ്ട്. അതൊക്കെ എങ്ങനെ കവർ ചെയ്യാം എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് പറഞ്ഞു തരാം. പിന്നെ എക്സാം പാറ്റേണിനെ കുറിച്ച്, സിലബസിനെ കുറിച്ച്, ബുക്ക് ലിസ്റ്റിനെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് കാര്യങ്ങൾ അറിയണമെങ്കിൽ താഴെ കൊടുത്തിട്ടുള്ള വീഡിയോ ഒന്ന് കാണൂ കേട്ടോ. നിങ്ങൾ ഇപ്പൊ എന്താ ചെയ്ത് തുടങ്ങേണ്ടത് എന്നുള്ളതും കൂടെ ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾ ഡെയിലി ഹിന്ദു ന്യൂസ് പേപ്പർ വായിക്കാം. അത് നിങ്ങൾ ഹൈക്കോർട്ട് അസിസ്റ്റന്റ് എക്സാമിന് വേണ്ടി മാത്രമായിട്ട് ചെയ്യേണ്ട, നിങ്ങളെ വളരെയധികം ബെനിഫിറ്റ് ചെയ്യാൻ പോകുന്ന ഒരു ഹാബിറ്റാണ് ഡെയിലി ഹിന്ദു ന്യൂസ് പേപ്പർ റീഡിങ്. ഇത് നിങ്ങൾ ആഴത്തിൽ കാണാപാഠം പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതിൽ നിന്ന് കറണ്ട് അഫയേഴ്സ് എല്ലാം എഴുതി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഹിന്ദു ന്യൂസ് പേപ്പർ നിങ്ങൾ പഠിക്കുന്നത് നിങ്ങളെ കോംപ്രഹെൻഷൻ ഫാസ്റ്റർ ആകാനും നിങ്ങളെ വേർഡ് പവർ കൂടാനും നിങ്ങൾ ആ ഒരു ഇംഗ്ലീഷിൽ തന്നെ ചിന്തിക്കുന്നത് കുറച്ചും കൂടെ ബെറ്റർ ആവാനൊക്കെ വേണ്ടിയാണ്. അപ്പോൾ ഹിന്ദു ന്യൂസ് പേപ്പർ പ്രോപ്പറായിട്ട് വായിക്കുക. വൊക്കാബുലറി നിങ്ങൾക്ക് പറ്റുന്ന പോലെ നോക്കുക. നമ്മുടെ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിൽ എല്ലാ ദിവസവും ഹിന്ദു എഡിറ്റോറിയൽസിൽ നിന്നുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 5 വൊക്കാബുലറി പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അത് മാത്രം നിങ്ങൾ പതിയെ പഠിച്ചു പോയാലും മതി. നിങ്ങൾ വല്ലാണ്ട് ഇതിനെക്കുറിച്ച് പാനിക് അയ്യോ ദൈവം എനിക്കിത് എങ്ങനെയെങ്കിലും കിട്ടണം, ഇതാണല്ലോ ഏറ്റവും പെട്ടെന്ന് ജോലി ലഭിക്കുന്ന ഒരു അവസരം, എനിക്ക് എത്രയും പെട്ടെന്ന് കിട്ടണം എന്നുള്ള രീതിയിൽ നിങ്ങൾ പേടിച്ച് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഡെയിലി ഹിന്ദു ന്യൂസ് പേപ്പർ ഇപ്പം വായിച്ചു തുടങ്ങാം. അതിൻ്റെ ഒപ്പം നിങ്ങളുടെ വൊക്കാബുലറി ഇംപ്രൂവ് ചെയ്യാനായിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന IBPSലും SSCയിലും ഒക്കെ ഉദ്യോഗാർത്ഥികൾ ഉപയോഗിക്കുന്ന ഒരു മെറ്റീരിയലാണ് നോർമൻ ലൂയിസിന്റെ വേർഡ് പവർ മെയ്ഡ് ഈസി എന്ന് പറഞ്ഞിട്ടുള്ള ബുക്ക്. അതിന്റെ PDF ഒക്കെ നിങ്ങൾക്ക് പല ടെലിഗ്രാം ചാനൽസിൽ നിന്നൊക്കെ ആയിട്ട് ലഭിക്കും. അതെടുത്ത് നല്ലപോലെ ഓരോ പേജുകളും കവർ ചെയ്ത് പോവുക. അതൊരു ബുക്ക് കാണാപ്പാഠം പഠിക്കുന്നത് പോലെയല്ല. നിങ്ങൾക്ക് കുറച്ച് വർക്കൊക്കെ തന്ന് പ്രോപ്പറായിട്ട് ഇന്ററാക്റ്റീവ് ആയിട്ടാണ് ആ ബുക്ക് നീങ്ങുന്നത്. ആ ഒരു ബുക്ക് നോക്കുന്നത് നിങ്ങൾക്ക് ഏതൊരു പരീക്ഷയ്ക്കും ഹെൽപ്ഫുൾ ആയിരിക്കും. ഹൈക്കോർട്ട് അസിസ്റ്റന്റ് എക്സാമിന് മാത്രമല്ല. പിന്നെ ലീഗൽ ടെർമിനോളജി ഓൺലൈനായിട്ട് അവൈലബിൾ ആണ്. പല ഹൈക്കോർട്ടിന്റെയും വെബ്സൈറ്റുകളിൽ നിങ്ങൾ ലീഗൽ ടെർമിനോളജി എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ഒരു ഒഫീഷ്യൽ PDF-കൾ അവൈലബിൾ ആയിട്ടുള്ളത് കാണാനായിട്ട് കഴിയും. അത് വെച്ചിട്ട് നിങ്ങൾക്ക് ലീഗൽ ടെർമിനോളജി ഒരു 4-5 വാക്കുകൾ ഓരോ ദിവസവും എന്നുള്ള രീതിയിൽ പഠിച്ചു പോകാവുന്നതേ ഉള്ളൂ. പിന്നെ ഡിസ്ക്രിപ്റ്റീവ് പ്രാക്ടീസ് ഇപ്പം തന്നെ തുടങ്ങാം. എസ്സേ, പ്രസി എന്നിവയൊക്കെയാണ് നിങ്ങൾക്ക് എഴുതാനായിട്ട് വരുന്നത്. അതിനായിട്ട് നിങ്ങൾ ChatGPTയിലൊക്കെ എങ്ങനെ പ്രസി എഴുതണം എന്നൊന്ന് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് ചെറിയ രീതിയിൽ നിങ്ങൾ എഴുതി തുടങ്ങാം. നമുക്ക് പ്രോപ്പറായിട്ടുള്ള പ്രാക്ടീസ് തുടങ്ങാം. പ്രെപ്റ്റുവറിൽ നിങ്ങൾക്കായിട്ട് ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള കഴിഞ്ഞ തവണത്തെ പോലെ നിങ്ങളുടെ റാങ്ക് ഉറപ്പിക്കുന്ന ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. ആ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ നിങ്ങൾ ജസ്റ്റ് താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് ഒന്ന് മെസ്സേജ് ചെയ്തിട്ടാൽ മതി. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നമുക്കൊരു ഡൗട്ട് ക്ലിയറൻസ് സെഷനൊക്കെ വെക്കാം. അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ നമ്മൾ ഫുൾ ഫ്ലെഡ്ജ്ഡ് ആയിട്ടുള്ള ഒരു ബാച്ച് തുടങ്ങുന്നതായിരിക്കും. നിങ്ങൾ ഇതിലേക്ക് വല്ലാണ്ട് ഇൻവെസ്റ്റഡ് ആയിട്ട് ഇരിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളത് കൊണ്ടാണ് വളരെ നേരത്തെ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാത്തത്. നിങ്ങൾ ഇപ്പോൾ ഡിഗ്രി ലെവൽ പ്രിലിംസിന് ഏറ്റവും മികച്ച രീതിയിൽ
പ്രിപ്പയർ ചെയ്യുക. നിങ്ങൾക്ക് ഡിഗ്രി ലെവൽ പ്രിലിംസിന് ഇപ്പോഴും പഠിച്ചു തുടങ്ങാത്തവരാണ്, പേടിയൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ Prep Together AI സഹായത്തോടെ പഠിച്ച് 10 ഇരട്ടി വേഗത്തിൽ നിങ്ങൾക്ക് പോർഷൻസ് കവർ ചെയ്തുകൊണ്ട് 30 ദിവസത്തിനുള്ളിൽ ഡിഗ്രി ലെവൽ പ്രിലിംസ് നിങ്ങൾക്ക് ഉറപ്പിക്കാം. ഇനി UPSC PSC പാറ്റേണിലുള്ള ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ മോക്ക് ടെസ്റ്റും നമ്മുടെ Prep Together ആപ്പിൽ അവൈലബിൾ ആണ്. കേരളത്തിലെ ആദ്യത്തെ AI പവേർഡ് മെന്റർ ഡ്രിവൺ ലേണിംഗ് ആപ്പാണ് Prep Together. അപ്പോൾ നിങ്ങൾ ടെൻഷൻ അടിക്കാൻ നിൽക്കൊന്നും വേണ്ട. ഞാൻ പറഞ്ഞില്ലേ, നോട്ടിഫിക്കേഷൻ വന്നിട്ട് നമുക്ക് നല്ലപോലെ പഠിക്കാം. അതുവരെ നിങ്ങൾ ഇക്കാര്യങ്ങൾ പ്രോപ്പറായിട്ട് ചെയ്താൽ മതി. നമ്മുടെ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിൽ തന്നെ ഓരോ ദിവസവും 5 വൊക്കാബുലറി വീതം ഇടുന്നുണ്ട്. എല്ലാ ശനിയാഴ്ചകളിലും വൊക്കാബുലറി എക്സാമും ഉണ്ട്. ആ ഒരു വീക്ക്ലി വൊക്കാബിന്റെ എക്സാമും ഉണ്ട്. അതൊക്കെ പ്രോപ്പറായിട്ട് ഫോളോ ചെയ്ത് വന്നാൽ മാത്രം മതി. നിങ്ങൾ പാനിക് ആവേണ്ട ആവശ്യമില്ല. നമുക്കിത് എന്തായാലും ഉറപ്പിച്ചെടുക്കാനായിട്ട് കഴിയും. എല്ലാവരും ഇപ്പോൾ ഡിഗ്രി ലെവൽ പ്രിലിംസിന് അടിപൊളിയായിട്ട് പഠിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ താഴെ കമന്റ്സിൽ പറയുക. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അവരിലേക്കൊക്കെ ഈ ഒരു വീഡിയോ എത്താനായിട്ട് ഈ വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്യുക. എല്ലാവർക്കും ഹാപ്പി ലേണിംഗ്. ബൈ.